എന്താണ് മാത്സ്? ഒരു കെയർലെസ് മിസ്റ്റേക്സ് പറയാനുണ്ട്. കെയർലെസ് മിസ്റ്റേക്ക് പറയുന്നുണ്ട്. ഇൻഡിജേഴ്സ് ഒക്കെ ഇൻഡിജേഴ്സ് ഓൾജിബ്രൊക്കെ ഒന്നും കുഴപ്പമില്ലല്ലോ അല്ലേ? അത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇപ്പം 10-ലല്ലേ? ഏഹ് മോൻ 10-ലല്ലേ? 10th-ലല്ലേ? യെസ് യെസ്. ഓക്കെ, ഗുഡ്. ഓക്കെ, രണ്ടാമത്തെ സെറ്റ്. ഓക്കെ മോനെ, ബാക്കി ചെയ്തോ. ഓക്കെ. എന്തായാലും പെട്ടെന്നാട്ടെ. ഇത് നമ്മൾ ഇത് കഴിഞ്ഞാൽ നമ്മളൊരു സൂപ്പർ ടു ക്വസ്റ്റിലേക്ക് എക്സ് പോവാം. മോൻ ടു മോൻ ചെയ്തോ. എക്സ് മോൻ പറയണ്ട. ജസ്റ്റ് അറിയാൻ വേണ്ടി എങ്ങനെയാന്ന് ഇതിന് ഐഡിയ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ് കേട്ടോ. ബാക്കി ചെയ്തോ കേട്ടോ. ഷഹദ, ഷിബ, ഷബീൽ, ഹിബ, ഫഹാഷ. എന്റെ ആൻസർ ഉണ്ട് ചാറ്റ് ബോക്സിൽ. ആൻസേഴ്സ് സാധാരണ വരുന്നതാണല്ലോ. എന്ത് ആൻസേഴ്സ്? ഷഹദ, ക്ലാസ് തുടങ്ങാറായില്ലേ? ക്ലാസ് തുടങ്ങിയല്ലോ. ഓക്കെ അല്ലേ? ഇനി നോക്കൂ. രണ്ടാമത്തെ 2x - 5 = 15. ഷിബ, x = 5 ആണോ? x = 5 നമ്മൾ ആദ്യത്തെ. ഫഹാൻ, ഷാദ എല്ലാത്തിനും ആൻസർ ഇട്ടു. ഷാദ അടിപൊളി. x6 = 5 ആണ്. x = 5 ആണോ മോളെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ആണോ കേട്ടോ. ഓക്കെ. രണ്ടാമത്തെ 2x - 5 = 15. 2x എന്തുട്ടാ? 15 + 5. 2x എന്തുവാ? 20 അല്ലേ? നോക്കിയേ, -5 ഇങ്ങോട്ട് വരുമ്പോൾ +5 ആണ് അല്ലേ? അപ്പോൾ 2x എന്താ? 2x 20. ഓൾറെഡി എഴുതാം. ഓക്കെ, അപ്പൊ എന്താ കുട്ടികളെ? നോക്കിയേ, ഈ 2 വലത്തെ സൈഡിലേക്ക് പോകുമ്പോ എന്താ വരിക? 20/2. x = 10. മൂന്നാമത്തെ 7x + 9 = 30. 7x + 9 = 30. 7x + 9 = 30. ഇനി ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ +9 റൈറ്റിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ 7x = എന്താ കിട്ടുക നമുക്ക്? 30. ആ 3 ആണോ? ഷഹാൻ നോക്കാം കേട്ടോ. അയ്യോ, പോയല്ലോ. സാറെ ഉം, സോൾവ് ഒന്ന് കാണിച്ചു തരുമോ? തീർച്ചയായിട്ടും കാണിച്ചാലോ. അയ്യോ, പെയിന്റ് പോയടാ. ആ, ഏതാ മോളെ ചോദിച്ചെന്നോട്? ആരും ചോദിച്ചാൽ പെട്ടെന്ന് ഏതാ വേണ്ടേ? ചോദ്യങ്ങളാണോ? ചോദ്യങ്ങളോ? ആ ചോദ്യങ്ങൾ. ദൈവ. ഓക്കെ. 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 ഓക്കെ, ഇവിടെ +9 വലത്തെ സൈഡിലേക്ക് വരുമ്പോൾ -9 വരും ഇല്ലേ? അപ്പൊ -9. അപ്പോൾ 7x = 21 വന്ന മക്കൾക്ക് x = 21/7. മക്കൾക്ക് എത്രയാ? 3 എന്ന് വരും. x = 3. നാലാമത്തെ നാലാമത്തെ 4x - 3 = 15. 4x - 3 = 15. ഞാനേ
എനിക്കൊരു പെട്ടെന്ന് കോൾ വന്നു, അതാ സംഭവം ഉണ്ടായി കേട്ടോ. അതാ 4 മിനിറ്റ്. ഉത്തരവാദിത്തമില്ല അല്ലേ? ശരി. 4x ഇക്വൽ ടു നോക്കിയേ, -3 വലത്തെ സൈഡിൽ പോകുമ്പോൾ എന്താ വരിക? -3 വലത്തെ സൈഡിൽ പോകുമ്പോൾ എന്താ വരിക? +3 അല്ലേ? അപ്പോൾ -3 വലത്തെ സൈഡിൽ ഞാൻ ജമ്പ് ചെയ്യിപ്പിച്ചു. അപ്പോൾ എന്താ? 15 + 3. അപ്പോൾ 4x ഇക്വൽ ടു എന്താ? 18. x ഇക്വൽ ടു 18/4, 9ഉം 2. x ഈക്വൽസ് 9/2. നെക്സ്റ്റ് ക്വസ്റ്റൻ. Sixth question. "12x plus 24 equal to 48." അപ്പൊ എന്താ? 12x equal to +48 റൈറ്റിലേക്ക് പോകണം. അപ്പൊ -48 അല്ലേ? അപ്പൊ 48 - 24. 12x equal to 24. x equals to 24/12. x equals to 2. x equals to. ഓക്കെ. ഇനി 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 നമുക്ക് ഒരു സൂപ്പർ ക്വസ്റ്റ്യൻ ചെയ്യാം. കുറച്ച് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കാം. നിങ്ങൾ 10ാം ക്ലാസ് ഒക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. 10ാം ക്ലാസ്സിൽ ലീനിയർ ഇക്വേഷൻ പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ഓക്കെ. 4-5ാമത്തെ ചാപ്റ്റർ ഉണ്ട് ലീനിയർ ഇക്വേഷൻ. അതിന് ഭയങ്കരമായിട്ട് ആവശ്യമില്ല. അത് നമുക്ക് 8ലാണ് അതിന്റെ ബേസിക് വരുന്നത്. അപ്പോൾ ഇത് സോൾവ് ചെയ്യും. അതിന് ഒരു ബേസിക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ബേസിക്. നോക്കും, x/3 - 1/2 ഈക്വൽസ് 1/5. x/3. എനിക്കിത് ആരും നിങ്ങൾ സോൾവ് ചെയ്തിട്ടും തരുമോ? ഞാൻ നോക്കട്ടെ. ഈ ഷിബ, ഷഹദ, ഷബിൽ, ഇന്ദ്രനീൽ, ഹിബ, ഫഹാൻ, ഷാ, ഇതൊന്നും ആരും സോൾവ് നോക്കും. എന്താ കിട്ടുക ആൻസർ എനിക്ക് നോക്കാനാണ്. LCM ഒക്കെ എടുക്കാൻ ഓർമ്മയുണ്ടോ? ആരെങ്കിലും ആൻസർ ഒന്ന് പറയാമോ? ഓക്കെ ഹിബ, ബെറ്റ് നോക്കാലോ. ഞാൻ പറയുന്നത് ആർക്കും കിട്ടത്തില്ല, ഗ്യാരണ്ടി. ആർക്കും കിട്ടില്ലെന്ന് ഞാൻ ഗ്യാരണ്ടി പറയാം. ഞാൻ 2 മിനിറ്റ് സമയം തരാം. എനിക്ക് കിട്ടൂല അങ്ങനെ പറയരുത്. എനിക്ക് കിട്ടൂല എന്ന് ഒരു കാര്യം സിമ്പിൾ ആയിട്ട് പറയാം. നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കാൻ മക്കളെ, ഡിനോമിനേറ്റർ ആരൊക്കെയാ? അതായത് ഒരു ഫ്രാക്ഷൻ, ഇത് 3 ഫ്രാക്ഷൻ ആണല്ലോ. ഒരു 3, ഒരു 2, ഒരു 5. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ LCM കണ്ടുപിടിക്കുക. LCM ഓഫ് 3, 2 and 5. എനിക്ക് ആദ്യം LCM ഓഫ് 3, 2 and 5 എന്താ? 3, 2 and 5. LCM എത്ര? 3, 1, 2, 5. പ്രൈം നമ്പേഴ്സ് തന്നെ വേണേ. 2, 1, 1, 5 with 5, 1, 1, 1. So 5 into 2 into 3 എത്രയാണ് മക്കളെ? 30 വരും. LCM 30 ആണ് അല്ലേ? അപ്പൊ LCM 30 ആണെങ്കിൽ എന്ത് നമ്മൾ LCM വെക്കുന്ന കുട്ടികളെ? എല്ലാ ഫ്രാക്ഷന്റെയും താഴത്തെ നമ്പർ 30 ആക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, 3നെ 30 ആക്കാൻ into 10 into 10. 2നെ 30 ആക്കാൻ into 15 into 15. 5നെ 30 ആക്കാൻ into 6 into 6. So that implies എന്താണ് വരിക? 10x മൈനസ്, അല്ലേ? നോക്ക് എല്ലാവരും നോക്ക്. x into 10 എന്താ നമുക്ക് വരിക? 10x അല്ലേ?
1 into 15 എന്താണ് വരിക നമുക്ക്? മൈനസ് 1 into 15 15 ഹോൾ ഡിവൈഡ് ബൈ 30 അല്ലേ? ഡിനോമിനേറ്റർ എല്ലാവരും സെയിം ആയില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഇവിടെ എന്താ 1 into 6 6 അല്ലേ? ഈക്വൽ ടു 6. ഇവിടെ എന്താ 5 into 6 30 അല്ലേ? ഡിവൈഡ് ബൈ 30. ഇനി ഇനി ഡിനോമിനേറ്റർ സെയിം ആ, രണ്ട് ഭാഗത്തും ഡിനോമിനേറ്റർ സെയിം ആ. ഇതും ഇതും ക്യാൻസൽ ആവും. ഇതും ക്യാൻസൽ ആവുമ്പോൾ നമുക്ക് ബാക്കി എന്താണ് വരിക? ഇവിടെ ബാക്കി എന്താ വരിക? ഉം? നമുക്ക് ആകെ വരുന്നത് ഇതും ഇതും 10x മൈനസ് 15 6 മാത്രമായിട്ട് മാറും. അതായത് 10x മൈനസ് 15 ഈക്വൽ 6. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഹിയർ? ഇവിടെ എന്താ നടക്കുക? മൈനസ് 15 റൈറ്റിലേക്ക് വരുമ്പോൾ പ്ലസ് 15 ആണ്. അപ്പോൾ എന്താ കുട്ടികളെ? 10x is equal to 6 plus 15. 10x is equal to 21. x equal to 21/10. ഇതാണ് ആൻസർ. 10ാം ക്ലാസ്സിൽ 4ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ 8ാം ക്ലാസ്സിൽ ഇത് അറിയണം. എന്നാലേ 10ലേക്ക് എത്തുമ്പോൾ ഇതിനെക്കാട്ടും വലുതായിട്ട് വരിക. 5-6 വരും. അത് നമ്മൾ 8ൽ ഈ പോർഷൻ അറിയണം. ഇത് ചെയ്തോ, കോപ്പി അടിച്ചേ. എത്ര കോപ്പി ചെയ്താ? ആരെ പോയല്ലോ? ശാരദ, ഞാൻ പറഞ്ഞുതരാം മോളെ. LCM ഞാൻ പറഞ്ഞുതരാം. LCM. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ഡൗട്ടിനെയും ഒരു ചേട്ടനെ പോലെ കണ്ടോളൂ കേട്ടോ. എന്ത് ഡൗട്ടിനെയും ചോദിച്ചോളൂ. മടി പിടിച്ചിരിക്കുന്ന ക്ലാസ് കാര്യം നിങ്ങൾക്ക് മടിയില്ലാതെ നിങ്ങൾ എല്ലാ ദിവസം അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണ്. ഓക്കെ, നിങ്ങൾ എന്ത് ഡൗട്ട് വെച്ച് ഞാൻ പറഞ്ഞു തരണ്ടേ? ഇപ്പൊ ഞാൻ 3 നമ്പേഴ്സ് ഉണ്ട്. LCM ഓഫ് 10, 8, 9. 10ഉം 8ഉം 9ന്റെ LCM കണ്ടുപിടിക്കണം. അപ്പൊ LCM കണ്ടുപിടിക്കാൻ ഈ 10നെയും 8നെയും 9നെയും ഒരു ഇങ്ങനത്തൊരു പെട്ടിയിലാക്കാം. ഇനി കോമൺ മൾട്ടിപ്പിൾ മലയാളത്തിൽ പറയുമ്പോൾ എല്ലാ നമ്പേഴ്സിനും പൊതുവായിട്ട് പോകുന്ന മൾട്ടിപ്പിൾ. അപ്പൊ പൊതുവായിട്ട് പോകുന്ന മൾട്ടിപ്പിൾ പറഞ്ഞത് 10നും 8നും പൊതുവായിട്ട് പോകുന്ന മൾട്ടിപ്പിൾ ഏതാ? അതും പ്രൈം നമ്പേഴ്സ് തന്നെ എടുക്കണം കേട്ടോ. പ്രൈം നമ്പേഴ്സ് തന്നെ എടുക്കണം. അപ്പൊ 10നും 8നും പൊതുവായിട്ട് പോകുന്ന പ്രൈം നമ്പർ ഏതാ? 2 അല്ലേ? അപ്പൊ 2. 5ഉം 5 അല്ല കൂട്ടണം. ഓക്കെ, 5 into 2 10 കിട്ടും. 2 into 4 8 കിട്ടും. പിന്നെ 9ല് പോവോ? 9ല് പോവത്തില്ല. അപ്പോൾ 9 തന്നെ. ഇനി 5നും 4നും 9നും പൊതുവായിട്ട് പോകുന്ന നമ്പർ ഉണ്ടോ? മൾട്ടിപ്പിൾ ഇല്ല. അപ്പൊ 5ന് 5 തന്നെ ശരണം. അപ്പൊ 1,4ല് 5 പോകത്തില്ല, 9. ഇനിയിപ്പോ എന്താ 4ന് 9ന് എഴുതാൻ പൊതുവായിട്ട് പോവോ? ഇല്ല. 2 4ല് പോകും. 1 2 2s are 4 9. 2 9ന് പൊതുവായിട്ട് ഒന്നും പോകില്ല. അപ്പൊ 2 1 1 9. 9ല് പൊതുവായിട്ട് പോകുന്നത് 3. അപ്പൊ 1 1 3 3 1 1 1. അപ്പൊ ഇങ്ങനെ 1 1 1 കിട്ടുന്ന വരെ ചെയ്യണം. അപ്പോൾ LCM എന്ന് പറയുന്നത് എന്താ മക്കളെ? 2 into 5 into 2 into 2 into 3 into 3. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ LCM ബേസിക്കലി വരിക. അപ്പോൾ LCM എത്രയാണ് കുട്ടികളെ വരിക? നോക്കൂ കുട്ടികളെ, 2 into 5 10, 10 into 2 20, 20 into 2 40, 40 into 3 120, 120 into 3 അതാ 360 അല്ലേ? അപ്പൊ LCM വരുന്ന 360. ഇങ്ങനെയാണ് ശാരദ നമ്മൾ LCM കണ്ടുപിടിക്കുക. കേട്ടോ കേട്ടോ ശാരദ? ഇത് മനസ്സിലായിണ്ടാവില്ല, പക്ഷെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മോൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ ഓക്കെ. ഓക്കെ ശരി, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത് ശബ്ദം നമ്മൾ മ്യൂട്ട് ചെയ്യാം മോളെ. ശബ്ദം അയക്കുന്നതാ. അടുത്ത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഫൈൻഡ് ദ വാല്യൂ എങ്ങനെയുണ്ട്? x/3 minus 1/4 equal to 2/9. x/3 minus 1/4 equal to 2/9.
ഒന്ന് ചെയ്യാൻ പറ്റും നോക്കുമോ? അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് LCM. LCM ഈക്വൽ ടു എന്താ? LCM ഓഫ് ആരെ കണ്ടുപിടിക്കുന്ന മക്കളെ? LCM ഓഫ് 3 വേണം കാണിക്കണോ? തീർച്ചയായിട്ടും. എനിക്ക് ഒരു സഹായം ചെയ്യും നിങ്ങൾ എല്ലാവരും. നിങ്ങളിപ്പോ ഹിബ, ഷാദ, ഷബീൽ, നിങ്ങൾ, നീല, ഫഹാൻ, ഹിബ, എനിക്കൊരു ക്ലാസ് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഒരു ഓഡിയോ മെസ്സേജ് അയച്ചു തരും. നിങ്ങൾക്ക് വീട്ടിൽ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് മതി. അപ്പൊ നിങ്ങൾക്ക് കോൺടാക്ട് ആയിട്ട് ചേച്ചിമാരെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ വീട്ടിലേക്ക്? ആ ചേച്ചിമാരെ ഫോണിലേക്ക് അയച്ചാൽ മതി. ആ, അതായത് സാറ് 10 ദിവസം ബേസിക് ക്ലാസ് എടുക്കുന്നു, ഇതിപ്പോ 8ാമത്തെ ദിവസം എനിക്ക് ഭയങ്കര ഉപകാരപ്പെടുന്നു. എനിക്ക് ഉപകാരം ഉണ്ടെങ്കിൽ മാത്രം മതി. കാരണം നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നെങ്കിൽ എനിക്കൊരു സന്തോഷമാണ്. ഓക്കെ, എനിക്കത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്നുണ്ട്. ഓക്കെ, അത് ബാക്കി ഇനി വരാൻ പോകുന്ന ആൾക്കാർ കുട്ടികളുണ്ടെങ്കിൽ ഞാൻ ബാക്കി കുട്ടികൾക്കും ഞാൻ ഇത് നിർദ്ദേശിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ട് നീ മനസ്സിനുള്ളിൽ വരണം കേട്ടോ. കുഴപ്പമുണ്ടാവില്ലോ? ശരി, കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ്. താങ്ക് യു ഷാദ. ഞാൻ പിന്നെയും പറയുന്നത് ആരും പഠിപ്പിച്ചതല്ല കേട്ടോ. ഒരു ട്യൂഷൻ സെന്റർ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് ഗ്യാരണ്ടി. നിങ്ങൾ എവിടെ വെച്ചാൽ ട്യൂഷന് പോയി നോക്കിക്കോ, ആരും പഠിച്ചു തരും. ഓക്കെ, ചെയ്തേ മക്കളെ. സാറ് ഇതങ്ങനെ ചെയ്യാൻ വയ്ക്കുന്നില്ല. ചെയ്യാൻ പറ്റുന്നില്ല. നോക്കാലോ, നോക്കൂ. ഇപ്പൊ നമ്മൾ നോക്കും കേട്ടോ. അതായത് ഇവിടെ നമ്മൾ ആദ്യം ചെയ്തത് മോളെ LCM കണ്ടുപിടിക്കും. 3ന്റെയും 4ന്റെയും 9ന്റെയും. അപ്പൊ LCM കണ്ടുപിടിക്കാൻ ഈ 3നെയും 4നെയും 9നെയും ഇങ്ങനെ ആക്കാം. ഇങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചത് സ്കൂളിലും, തീർച്ചയായിട്ടും അല്ലെ. ഇനി പൊതുവായിട്ട് പോണ മൾട്ടിപ്പിൾ നോക്കാം. മൾട്ടിപ്പിൾ പറഞ്ഞാൽ ഇപ്പൊ 2ഉം 8ഉം 2ന്റെ മൾട്ടിപ്പിൾ പോലെ, 10ഉം 20 10ന്റെ മൾട്ടിപ്പിൾ പോലെ, 5ഉം 13 5ന്റെ മൾട്ടിപ്പിൾ പോലെ, 6ഉം 8നും 2ന്റെ മൾട്ടിപ്പിൾ പോവും, 3ന്റെ മൾട്ടിപ്പിൾ പോവും അല്ലെ. അങ്ങനെ പറയുമ്പോൾ ഇവിടെ പൊതുവായിട്ട് പോണ രണ്ട് നമ്പർ ഇതാ 3ഉം 9ഉം. 3 വൺസ് ആർ 3 ഇൻറ്റു 1 3, 3 ഇൻറ്റു 3 9 അല്ലേ. അപ്പോൾ നമ്മൾ എൽസിഎമ്മിന് പ്രൈം നമ്പർ എടുക്കണം. അപ്പൊ 3 ഏതാ? 3 ഇൻറ്റു 1 3. 4ന്റെ 3 പോകത്തില്ല. 3 ഇൻറ്റു 3 9 കിട്ടും. ഓക്കെ, ഇനി 1ലും 4ലും 3ലും പൊതുവായിട്ട് പോണ നമ്പർ ഒന്നുമില്ല. അപ്പോൾ ഒറ്റയ്ക്ക് എടുക്കണം. ഒറ്റയ്ക്ക് എടുക്കാൻ പറഞ്ഞാൽ 4നെ മാത്രം എടുക്കണം. 4 പറഞ്ഞ് ഏത് പ്രൈം നമ്പറിലാണ് 2ല് പൂരം? 1 2 3. 1 2ലും 3ലും പൊതുവായിട്ട് ഒന്നും പോകുന്നില്ല. അപ്പൊ ഒറ്റയ്ക്ക് എടുക്കണം. ഒറ്റയ്ക്ക് എടുക്കണം 2 നമുക്ക് ഒന്ന് എടുക്കാം. 2 എന്ന് പറയുമ്പോൾ 1 1 3. ഓക്കെ, ഇനി 1ലും 3ലും പൊതുവായിട്ട് പോകുന്നത് 3 1 1 1. അപ്പൊ LCM ഈക്വൽ ടു എന്താ? 3 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 36 അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻറ്റു 12 ഇൻറ്റു 12. നോക്ക് മക്കളെ, ഈ 3നെ 36 ആക്കാൻ അല്ലെ, 36 LCM കിട്ടി. അപ്പൊ 3നെ 36 ആക്കാൻ 12 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 4നെ 36 ആക്കാൻ നോക്കാം ഫഹാൻ. 4നെ 36 ആക്കാൻ 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി പിന്നെന്താ? ഈ ഈ 9നെ 36 ആക്കാൻ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം.
എന്ന് വെച്ചാൽ നമുക്ക് തരാൻ പോകുന്ന ആൻസർ എന്താണ്? അപ്പോൾ 12x മൈനസ് 9 ഈക്വൽ ടു 8. ഇവിടെ 36 വരും, ഇവിടെ 36 വരും. രണ്ട് സൈഡിലും 36 സെയിം ആണെങ്കിൽ കട്ട് ചെയ്യാം, ഡയറക്റ്റ് കണ്ണും പൊട്ടി കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വരുന്ന ഇക്വേഷൻ എന്താണ്? 12x മൈനസ് 9 ഈക്വൽ ടു 8. അതായത് 12 നോക്കാം എന്തിനുണ്ട്. 12x ഇസ് ഈക്വൽ ടു, നോക്കിയ മക്കളെ, ഈ -9 ഇങ്ങോട്ട് വരുമ്പോ +9. അപ്പൊ 12x ഇസ് ഈക്വൽ ടു 8 + 9. അപ്പൊ 12x ഈക്വൽ ടു 17. x ഇസ് ഈക്വൽ ടു 17/12. ഇതാണ് മക്കളുടെ ആൻസർ വരുന്നത്. ഓക്കെ, മോനെ ഫഹാൻഷ. ഓ പറയൂ, ആരെയും വിളിച്ചതന്നെ ഇങ്ങനെ സോൾവ് ചെയ്യാൻ ആരും വിളിച്ചു? ഫഹാൻഷ എന്നെ കറക്റ്റ് ചെയ്യും മോനെ. പാട്ട് പോട്ടാണോ? ശരി, നമ്മള് 5-ാം തീയതി റെഗുലർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, നാളെ ക്ലാസ് ഉണ്ടാവും കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റൻ തരോ? അടുത്ത ക്വസ്റ്റൻ. സർ ഒന്നുകൂടി പറഞ്ഞുതരോ? അടുത്തൊരു ക്വസ്റ്റൻ എടുത്ത് പറഞ്ഞാൽ മതിയോ? വേറെ ക്വസ്റ്റൻ ചെയ്ത് പറഞ്ഞാൽ മതിയോ? ഇവിടെ നോക്ക്, സോൾവ്. സർ ഫീസ് എത്രയാണ്? ഫീസ് എത്രയാണോ? നമുക്ക് ബേസിക്കലി നമുക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എത്രയാ, 4500 ആണ്. നോക്കിയേ, 4500 ആണ് നമുക്ക് 3 മാസത്തേക്ക്. ഓക്കെ, 3 മാസം. ആക്ച്വലി നമ്മൾ ഈ അക്കാഡമി തുടങ്ങിയിട്ട് 25 വർഷം, 25th ആനിവേഴ്സറി. ഓക്കെ, നമ്മൾ 25ാമത്തെ കൊല്ലാണ് നമ്മൾ ഈ അക്കാഡമിയുടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വർഷം വരുന്ന കുട്ടികൾക്ക്, നമ്മുടെ ആദ്യത്തെ ബാച്ചിലെ കുട്ടികൾക്ക് നമ്മൾ 50% ഓഫർ കൊടുക്കുന്നുണ്ട്. 50%. പകുതി പൈസ നമ്മൾ എടുക്കുന്നില്ല. കാരണം നമുക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്ന കുട്ടികൾക്ക് നമ്മൾ എന്തെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ. 25ാമത്തെ വർഷം 2000 നമ്മൾ കുവൈറ്റിൽ തുടങ്ങിയതാണ് അക്കാഡമി. 2025 നമ്മൾ നാട്ടില് നമ്മൾ ഫസ്റ്റ് ബാച്ച് തുടങ്ങാം. കുവൈറ്റിൽ നമ്മൾ 25 കൊല്ലായി. നമ്മൾ നാട്ടിൽ നമ്മൾ ആദ്യം തുടങ്ങുകയാണ് ബാച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് വരുന്നത് 1 മാസം അല്ലെങ്കിൽ 3 മാസം. 3 മാസത്തേക്ക് 2250 റുപ്യ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ കണക്കല്ല പഠിക്കാൻ. 1 മാസത്തേക്ക് എത്രയാ? 1 മാസം എത്രയാ? 1 മാസത്തില് 750 റുപ്യ. നമ്മുടെ ബേസിക്സ്, നമുക്ക് സഹായം ആവശ്യമുള്ള കുട്ടികൾ നമ്മൾ റെമഡി ക്ലാസ് എടുക്കും. നമുക്ക് ബേസിക് ക്ലാസ് ഉണ്ട്. ഈ ക്ലാസ് അവർക്ക് ഇനി തൊട്ട് ഈ ഞായറാഴ്ച ശേഷം ഈ ക്ലാസ് നിൽക്കും. ട്യൂഷൻ വരുന്ന കുട്ടികൾക്ക് ഈ ക്ലാസ് തുറന്നുകൊണ്ട് പോകും. ഓക്കെ, അതാവുമ്പോൾ അവർക്ക് റെഗുലർ ക്ലാസ്, സാധാ ക്ലാസ്സിന്റെ ഒപ്പം അവർക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ സ്പീച്ച് അക്കാദമി കൊടുക്കണം. ബേസിക്കലി ഞാൻ തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അവർക്ക് ഇംപ്രൂവ് ആവാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കണം കേട്ടോ. മോനെ ഫഹാൻ ഷാ, മോൻ നമ്പർ ഒന്ന് ഇതാവോ ചാറ്റ് ബോക്സിൽ? ഈ ഡീറ്റെയിൽസ് കൂടുതൽ കാര്യം ഞാൻ വിളിച്ച് പറയാം. മോനെ ഫഹാൻ ഷാ, അടുത്ത ദിവസം ചുമ്മാ ചോദിച്ചാ ഫഹാൻ ഷാ ഈ സംസ്ഥാനം. ഓ, നമ്മൾ വിളിക്കാം കേട്ടോ. മാസം 750 റുപ്യ. നമുക്ക് എന്തൊക്കെ ഒരു കാര്യം അറിയാം കുട്ടികളെ. നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകാണ്ടൊന്നും ഇരിക്കത്തില്ല. +1 +2 നമുക്ക് മാത്സ് ടീം വേണ്ടേ? +1 +2 മാത്സ് ടീം എടുത്താൽ മാത്രം നമുക്ക് ബേസിക്കലി ഒരു IT ജോലികൾ നമുക്ക് നേടാൻ പറ്റും. കോളേജിലേക്ക് പോകണ്ടേ? അപ്പൊ എല്ലാത്തിനും മാത്സ് ആണ്. നിങ്ങൾ ബാങ്ക് എക്സാമോ, IIT എക്സാമോ, എൻട്രൻസ് എക്സാമോ, മൾട്ടിപ്പിൾ എക്സാമോ ഒന്നും വേണ്ട. ഒരു ജോലിക്ക് പോണ മുന്നേ സാധാ മാത്സിന്റെ എക്സാം ഉണ്ടാവും. ആ പോർഷനാണ് ഞാനിപ്പോ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ? ചേട്ടൻ രീതിക്ക് ഞാൻ പറയാം, നിങ്ങൾക്ക് ഇത് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കുട്ടികളെ. 750 റുപ്യ നിങ്ങളിപ്പോ നോക്കണ്ട, അത് കുറവാണ്. ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട് ഈ 750 റുപ്യ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത് നിങ്ങൾ നോക്കും. നിങ്ങൾക്ക് വീട്ടുകാരെ സമ്മതമില്ലെങ്കിൽ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കും. നിങ്ങളുടെ ആവശ്യമാണ് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത്
2x/5 - 1/3 = 1/2. കുട്ടികളെന്ന് വെച്ചാൽ അപ്പൊ ആദ്യം നമ്മൾ വെച്ചിട്ട് LCM of 5, 3 and 2 എടുക്കും. ഇങ്ങനെയാണ് വരിക. ബേസിക്കലി നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ മക്കളെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങൾ ആദ്യം ഒരു 500 രൂപ വെച്ച് അടച്ചാൽ മതി. 500 രൂപ അടച്ചിട്ട് നിങ്ങൾ ക്ലാസ്സിൽ കയറിക്കോളൂ. അല്ലേ? എന്തായാലും ക്ലാസ്സിൽ കേൾക്കണം കേൾക്കണം. അപ്പൊ ഇപ്പൊ എന്താ അടയ്ക്കും? 500 രൂപ അടച്ച് ബാക്കി 1.5 മാസം കഴിഞ്ഞിട്ട് ക്ലാസ് ഇഷ്ടപ്പെട്ട മാത്രം ബാക്കി പൈസ അടച്ചാൽ മതി. വേറെ ഏതെങ്കിലും ട്യൂഷൻ സെന്ററിൽ പറയും. എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ പഠിപ്പിക്കുന്നത് വൃത്തിക്കാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മതി കേട്ടോ. ഇത് ചെയ്യും. Five, 3, 2. LCM of 5, 3 and 2. ഇങ്ങനെ 5, 3, 2. 5 × 3 × 2 ആണ് കിട്ടിയ LCM. 30 കിട്ടും അല്ലേ? അപ്പൊ 30 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നോക്കി. ആദ്യത്തെ ഫ്രാക്ഷന് × 6 സാറേ × 6. കേൾക്കുന്നില്ല. കേൾക്കാമോ ഇപ്പൊ എന്നെ? ഹലോ, കേൾക്കാമോ? ആ കേൾക്കാമോ? അയ്യോ, കുട്ടികളെ കേൾക്കാമോ? യെസ് അല്ലേ? ഓക്കെ. ഇനി 30നെ × 10 × 10. 2നെ × 15 × 15. ഓക്കെ. അതായത് എന്താണ് വരിക നോക്കിയേ കുട്ടികളെ. 2x × 6 എത്ര? 12 അല്ലേ? അപ്പോ 12x/30 minus 12x - 10/30 = 15/30. അപ്പോൾ 30 കട്ടായി പോവും. അപ്പൊ എന്താ നമ്മുടെ ഇക്വേഷൻ മാറിയിട്ട് വരിക? നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ ആയിരിക്കും. നമ്മുടെ ഇക്വേഷൻ 12x = -10. -10 ഇങ്ങോട്ട് വരുമ്പോൾ +10 ആവും. അപ്പൊ -12x = എന്താ മക്കളെ വരിക? 15 + 10. അപ്പൊ x = 12x = 25 വരും. x = x = 25/12. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 3x/5 - 1/7 = 1/15 ചെയ്യുക. മാത്സ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അത്യാവശ്യം. ചെയ്യും. കിട്ടിയ ആൻസർ ഫാത്തിമ സദിയ, നമസ്കാരം. എവിടെയായിരുന്നു മോളെ? കുറെ ദിവസമായല്ലോ.
ചെയ്യോ ഇക്വേഷൻ? ചെയ്യൂ. ഏത് സാറത്? മേഘോദിത്ത എന്ത് ആ ക്ലാസ്സിന് ഓക്കെ, ഇവിടെ നമ്മൾ ബേസിക്കലി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് 3x/5 മൈനസ് 1/7 ഈക്വൽ ടു 1/15. അപ്പൊ കുട്ടിയുടെ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ 5ന്റെയും 7ന്റെയും 15ന്റെയും 5ന്റെയും 7ന്റെയും 15ന്റെയും നമുക്ക് LCM വേണം അല്ലേ? നമുക്ക് ബേസിക്കലി LCM വേണം. അപ്പൊ LCM കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 5നെയും 7നെയും 15നെയും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ LCM കണ്ടുപിടിക്കണം. അപ്പൊ 5നെയും 7നെയും 15നെയും ഇങ്ങനെ പെട്ടിയിൽ വെച്ചാൽ മതി. അപ്പോൾ എന്താണ് വരിക? നമുക്ക് പൊതുവായുള്ള ഒരു മൾട്ടിപ്പിൾ കണ്ടുപിടിക്കണം. പൊതുവായ ഒരു മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5നും 15നും പൊതുവായിട്ട് LCM ഷഹാദ 525 നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ 5 നോക്കൂ. അപ്പോ 5ഉം 5ഉം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ 1 വരും അല്ലേ? അല്ലേ? അപ്പൊ ഇവിടെ എന്താണ് വരിക? 5 × 1 5ആണ്. ഇനി 5 7ൽ പോവോ? 5ഉം 7ഉം പോവോ? ഇല്ല, 5ഉം 7ഉം എന്തായാലും പോവില്ല. അപ്പൊ ഇവിടെ 7 തന്നെ വരും. ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം 5ഉം 15ഉം പോവോ? അല്ലെ? 5 × 3 അല്ലേ 15 വരിക. 5 × 3 നമുക്ക് 15 വരും. ഓക്കെ, അത് എന്താ ചെയ്യേണ്ടത്? ഈ 1ലും 7ലും 3ലും പൊതുവായുള്ള ഒരു മൾട്ടിപ്പിൾ നമുക്കുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ 7 വരും. 1 1 3 നമുക്കിവിടെ 3 വരും. 1 1 1. അപ്പോൾ ശരിക്കും പറഞ്ഞ ഷഹവ നോക്കി മോളെ, LCM എത്രയാണ്? 15 × 7 105 നശീബ. അതെ, 15 × 7 105 വരും. ഓക്കെ, 15 × 7 105 ഇത് റബിയാണ്. നൂറ്റി അഞ്ച്. ഓക്കെ, ഈ 105 കിട്ടാൻ വേണ്ടിയിട്ട് 105 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 5നെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 5നെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? സിമ്പിൾ. 105 ഡിവൈഡ് ബൈ 5 നോക്കിയാൽ പോരെ? 5 2 10. ഇവിടെ 1 വരും, 5 വരും, ഇവിടെ 1 വരും. അപ്പൊ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 വരും. റിമൈൻഡർ 0 വരണ്ടേ? ബാക്കി 0 വരണ്ടേ? അപ്പോൾ 21 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം 5ന്. അപ്പോൾ ഇൻറ്റു 21 ഇൻറ്റു 21. അപ്പൊ 105 കിട്ടാൻ 7നെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? അപ്പൊ 105 ഡിവൈഡ് ബൈ 7 നോക്കിയാൽ മതി. 1 ടൈം മേക്ക് 7 35. അപ്പൊ 5 7 × 5 35. അപ്പൊ ഇവിടെ 0 വരും. അപ്പൊ എന്ത് വരും? ഇൻറ്റു 15 ഇൻറ്റു 15. അപ്പം 15ന് എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 7 ഇൻറ്റു 7. അപ്പൊ പൊതുവായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ നോക്കിയേ, 3 ഇൻറ്റു 21 എന്താ? 3 ഇൻറ്റു 21 36. അതായത് 36x - 15 ഡിവൈഡഡ് ബൈ എന്താണ് നമുക്ക്? 105 ഈക്വൽ ടു 7/105. ഓക്കെ, അപ്പോൾ 105 105 ക്യാൻസൽ ആവും. ഓക്കെ, അപ്പോൾ എന്താണ് വരിക? അതായത് 36x - 15 ഈക്വൽ ടു 7. 36x ഈക്വൽ ടു ഈ നെഗറ്റീവ് 15 വലത്തോട്ട് പോകുമ്പോൾ എന്താ? പോസിറ്റീവ് 15 അല്ലേ? ഈ നെഗറ്റീവ് 15 വലത്തോട്ട് പോകുമ്പോൾ പോസിറ്റീവ് 15. അപ്പോൾ 36x ഈക്വൽ ടു 7 + 15. അപ്പോൾ എന്താ? 36x ഈക്വൽ ടു 22. ഓക്കെ, അതായത് 36x ഈക്വൽ ടു 22. x ഈക്വൽ ടു 22 ഡിവൈഡ് ബൈ 36. ഈ 22 36 ഒരു കോമൺ മൾട്ടിപ്ലൈ 2ന് കൂടെ 2 വെച്ച് ഡിവൈഡ് ചെയ്യും. 11 18. അപ്പൊ x ഈക്വൽ ടു 11/18. ഇതാണ് വരിക. ആരും എനിക്ക് ആൻസർ തന്നിട്ടില്ല. എന്താണ്?
ഇനി അടുത്ത ക്വസ്റ്റ്യൻ x/4 - 1/9 = 1/8 ചെയ്യുക. പെട്ടെന്നാവട്ടെ. പെട്ടെന്നാട്ടെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? LCM എടുക്കുക. LCM of 4, 9 and 8. ചെയ്യും പിള്ളേരെ. പെട്ടെന്നാട്ടെ. LCM എങ്ങനെ കിട്ടിയോ? 4, 9 and 8. അല്ലെ, പൊതുവായിട്ട് പോണ ഏതിലൊക്കെയാ? 4-ലും പോവും, 8-ലും പോവും അല്ലെ. 72 ആണ് സാറ് നോക്കാം കേട്ടോ. അപ്പൊ 2 2 × 2 9 4 2 1 9 2. പിന്നെ 9-ലും 2-ലും പൊതുവായിട്ടൊന്നും പോവത്തില്ലല്ലോ. അപ്പോൾ എന്താ 2 തന്നെ എടുക്കാം. 1 കറക്റ്റ് മോശം കേട്ടോ. 1 അയ്യോ മിസ്സേം പഠിച്ചല്ലോ. 1 9 1 9-ലെ കൊണ്ട് 3. 1 3 1 3 എങ്ങനെയാ? 1 1 1. അപ്പോൾ നമുക്ക് LCM എത്ര കിട്ടും മക്കളെ? LCM നമുക്ക് എല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ടപ്പ്. അപ്പോൾ ചേട്ടൻ കാണിച്ചാൽ 2 2s are 4, 4 2s are 8 3s are 24, 24 3s are 72 അല്ലെ. അപ്പോൾ that is equal to LCM equal to 72. ഓക്കെ, ഇനി കഴിഞ്ഞില്ല അല്ലെ. x/4 - 1/9 x/4 - 1/9 = 1/8. അപ്പൊ LCM 72. അപ്പോൾ 4-നെ 72 ആക്കാൻ നമ്മൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? മക്കൾ നോക്കൂ. 72-നെ ഡിവൈഡ് ചെയ്താൽ പോരെ. 72 divided by 4 1s are 4, subtract 32. Okay. 4 1s are 4, 32. അപ്പോൾ 8 4s are 32, subtract 0. അപ്പോൾ എത്രയായിട്ട്? 18 കിട്ടും. അപ്പോൾ ഇൻറ്റു 18 ഇൻറ്റു 18. 9 72 kan 8-ന്റെ മൾട്ടിപ്പിളിൽ പോകില്ല 9 ടൈംസ്. ഇൻറ്റു 8 ഇൻറ്റു 8. ഇവിടെയോ ഇൻറ്റു 9 ഇൻറ്റു 9 എന്ന് വെച്ചാൽ ആരോ ചാറ്റ് ബോക്സിൽ മെസ്സേജ് LCM 72 ആണല്ലോ. അപ്പൊ എത്ര കുട്ടികൾ വരും? നമുക്ക് വരാൻ പോകുന്നത് x × 18 നമുക്ക് എത്രയാ? 18x. പിന്നെന്താ x × 1 നമുക്ക് എന്താ? 1 × 8 എന്താ? 8 divided by 72 equals 9/8 വരും അല്ലയോ? ആണല്ലോ. ഓക്കെ, അപ്പയോ 72 72 ക്യാൻസൽ ആയി മാറും. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 18x - 8. സ്കൂളിൽ എത്ര എളുപ്പത്തിൽ പഠിപ്പിക്കും കേട്ടോ. ഏറ്റവും എളുപ്പം സ്കൂളിലൊക്കെ പല ഡിഫിക്കൽട്ട് മെത്തേഡിലേക്കും പഠിപ്പിണ്ടാവും. ഇതാണ് നമുക്ക് ഏറ്റവും എളുപ്പം. മാത്സിന് ഗുണം മുതലേ കുട്ടികളെ. മാത്സ് നിങ്ങൾക്ക് മൂക്ക് എങ്ങനെ തുറക്കാം? ഇങ്ങനെ തുറം, കാലിച്ച് തുറം. മൂക്ക് എങ്ങനെയാണ് തുറം അല്ലെ? വേറെ എളുപ്പം തുറം. ഇതേപോലെ മാത്സ് നമുക്ക് എങ്ങനെ വളഞ്ഞും തിരിഞ്ഞും ഡയറക്റ്റും അല്ലെങ്കിൽ കറങ്ങി വന്നിട്ട് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ആൻസർ കറക്റ്റ് ആവും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 18x. അപ്പോൾ -8 റൈറ്റിലേക്ക് പോകുമ്പോൾ +8. അപ്പൊ 18x = 9 + 8. 18x = 17. x =
17/8 ആണ് മക്കളുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എക്സ് മൈനസ് 1/5 ഈക്വൽ ടു 1/3. മാറ്റുകയും ചെയ്യാവോ? എക്സ് മൈനസ് 1/5 ഈക്വൽ ടു 1/3. പെട്ടെന്നാവട്ടെ മക്കളെ. കഴിഞ്ഞോ? ഓക്കെ. ഇനി ഇവിടെ എക്സ് പറഞ്ഞു x/1 ആണ്. അപ്പൊ നമുക്ക് ബേസിക്കലി 1-ന്റെയും 5-ന്റെയും 3-ന്റെയും എൽസിയം 15 അപ്പൊ LCM ഈക്വൽ ടു 15 അല്ലേ? അപ്പോൾ ഇവിടെ ഇൻറ്റു 15, ഇവിടെ ഇൻറ്റു 15, ഇവിടെ ഇൻറ്റു 3, ഇവിടെ ഇൻറ്റു 3, ഇവിടെ ഇൻറ്റു 5, ഇവിടെ ഇൻറ്റു 5. നമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 15x മൈനസ് 3 ഡിവൈഡ് ബൈ 15 ഈക്വൽ ടു 5/15. 5 ക്യാൻസൽ ആവും. 15x ഈക്വൽ ടു 5 + 3 8 വരും. 15x ഈക്വൽ ടു 8 വരും. x ഈക്വൽ ടു 8/15. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ബേസിക് ആയിട്ട് വരുന്നത്. 8/15. ഓക്കെ. അപ്പോൾ നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യല്ലോ. ഓക്കെ. നാളെ നമ്മൾ ഈ ചാപ്റ്റർ എൻഡ് എന്നിട്ട് നമ്മൾ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഡയറക്റ്റ് കൂടി ക്ലാസ് ഉണ്ടാവും ബേസിക്കലി കേട്ടോ. ഓക്കെ. അപ്പോൾ ഹോംവർക്ക് ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതില്ല കേട്ടോ. ഓക്കെ. ശരി. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ. താങ്ക് യു. വേറെ ക്ലാസ് ഉണ്ടാകും കേട്ടോ. ശരി.